എന്തുകൊണ്ടാണ് സ്വീഡൻ ഇന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനിടയിൽ ഇത്രയധികം പോപ്പുലർ ആയത് എന്ന് നിങ്ങൾക്കറിയാമോ? നിരവധി രാജ്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വിദേശ വിദ്യാഭ്യാസത്തിലൂടെ സ്റ്റുഡൻസിന് നൽകുമ്പോൾ എവിടെയാണ് സ്വീഡന്റെ അട്രാക്ഷൻ? അപ്പൊ അതിനെക്കുറിച്ച് ഒരു കമ്പാരിസൺ നോക്കിയാലോ? വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന US, സിലിക്കൺ വാലി എന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഐഡന്റിറ്റിയോടുകൂടി വേൾഡിലെ ലാർജസ്റ്റ് IT ഹബ്ബാണ്. എങ്ങനെയാണ് സ്വീഡനിൽ? ഇപ്പോൾ US ആണ് വേൾഡിലെ ലാർജസ്റ്റ് IT ഹബ്ബ് എങ്കിൽ സ്വീഡൻ ആണ് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് IT ഹബ്ബ്. അത് യൂറോപ്പിലെ ലാർജസ്റ്റ് IT ഹബ്ബ് കൂടിയാണ്. ഇവർ സ്റ്റാർട്ടപ്സിനൊക്കെ ഒത്തിരി അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ സ്റ്റോക്ക്ഹോമും അവരുടെ ബിസിനസ് ഹബ്ബായ ഗോത്തൻബർഗിലും കുറേ അധികം IT കമ്പനീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ CS ആൻഡ് IT വിഭാഗത്തിലെ കുട്ടികൾക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി കാനഡയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ PR നൽകുന്ന ഒരു രാജ്യമാണ്. സ്വീഡൻ PR ഫ്രണ്ട്ലി ആണോ? കാനഡ കഴിഞ്ഞാൽ സെക്കൻഡ് ബെസ്റ്റ് PR ഫ്രണ്ട്ലി കൺട്രി സ്വീഡൻ ആണ്. അവരുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ തന്നെ ഡിപ്പെൻഡൻസിന് അലൗഡ് ആണ്. അവരുടെ PR കിട്ടാനുള്ള റിക്വയർമെൻറ്റ്സ് മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വീഡൻ ഒരു PR ഫ്രണ്ട്ലി കൺട്രിയാണെന്ന് നമുക്ക് പറയാം. ലാംഗ്വേജിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ ഐറിഷ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെങ്കിലും ഇംഗ്ലീഷ് വൈഡ്ലി സ്പോക്കൺ ആണ്. എങ്ങനെയാണ് സ്വീഡന്റെ കാര്യത്തിൽ? സ്വീഡന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്വീഡിഷ് ആണെങ്കിലും 90% ഓഫ് ദ സ്വീഡിഷ് പീപ്പിളും ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസ് യൂഷ്വലി US അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇംഗ്ലീഷ് വൈഡ്ലി സ്പോക്കൺ ആണ്. കുറേ അധികം ഇംഗ്ലീഷ് ടോപ്പ് പ്രോഗ്രാംസ് നമുക്ക് സ്വീഡനിൽ അവൈലബിൾ ആണ്. ഫ്രാൻസ് ആണ് ജോഗ്രഫിക്കലി യൂറോപ്പിലെ ലാർജസ്റ്റ് കൺട്രി എന്നറിയപ്പെടുന്നത്. സ്വീഡന്റെ ജോഗ്രഫി ആൻഡ് ക്ലൈമറ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? സ്വീഡൻ ജോഗ്രഫി വൈസ് ലാൻഡ് ഏരിയ വളരെ അധികം ഉള്ള ഒരു കൺട്രിയാണ്. ജർമ്മനിനെയും UK-നെക്കാട്ടിലും ലാൻഡ് ഏരിയ ഉള്ള കൺട്രിയാണ്. ഒരു ലാർജ് കൺട്രി ആണെങ്കിലും അവരുടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. 10 മില്യൺ പോപ്പുലേഷനേ ഉള്ളൂ ആസ് ഓഫ് ടുഡേ. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികമുണ്ട്. ക്ലൈമറ്റിക് കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സദേൺ പാർട്ട് ഓഫ് സ്വീഡൻ വളരെ മൈൽഡ് ക്ലൈമറ്റ് ആണ്. കമ്പയറിംഗ് ടു കാനഡ അല്ലെങ്കിൽ ഫിൻലൻഡ്, ഇന്ത്യൻ സ്റ്റുഡൻസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റിക് കണ്ടീഷനാണ് സ്വീഡനിലുള്ളത്. പെർഫോമൻസ് എഞ്ചിനീയറിംഗിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ജർമ്മനി പ്രീമിയം ബ്രാൻഡ് കാർസ് ആയിട്ടുള്ള BMW, Audi, Volkswagen തുടങ്ങിയവയുടെ മാനുഫാക്ചേഴ്സ് ആണ്. ഈ ആസ്പെക്റ്റിൽ സ്വീഡൻ എങ്ങനെയാണ്? ജർമ്മനി പെർഫോമൻസ് എഞ്ചിനീയറിംഗിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണെങ്കിൽ സ്വീഡൻ പ്രിസിഷൻ എഞ്ചിനീയറിംഗിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജർമ്മൻ മെയ്ഡ് ആയിട്ടുള്ള ബുഗാട്ടിനെ പെർഫോമൻസിൽ ബീറ്റ് ചെയ്യുന്ന സൂപ്പർ സ്പീഡ് കാർസ് ആയിട്ടുള്ള യെസ്കോ അബ്സല്യൂട്ട് സ്വീഡൻ മാനുഫാക്ചറേഴ്സ് ആണ്. അതുപോലെ തന്നെ ബോഫേഴ്സ് ഗൺസ്, ഗോട്ട്ലാൻഡ് ക്ലാസ് സബ്മറൈൻസ് ഒക്കെ സ്വീഡനിലാണ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വീഡന്റെ മാക്സിമം റവന്യൂ വരുന്നത് പ്രിസിഷൻ എഞ്ചിനീയറിംഗിലൂടെയാണ്. സോ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്ന സ്വീഡനിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. അവരുടെ സെപ്റ്റംബർ 2025 ഇൻടേക്ക് ഓൾറെഡി ഓപ്പൺ ആണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് GB Education.